ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പൈനാപ്പിൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. പൈനാപ്പിൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളനെ കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിൻ്റെ നടുവിലെ ആ ഏരിയല്ലേ, അത് കഴിച്ചാൽ ചൊറിയും എന്നുള്ളവർക്ക് ആ പീസ് കട്ട് ചെയ്ത് കളയാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് 1/2 സ്പൂണിൽ താഴെയായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി. അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചാറ്റ് മസാല. 1 സ്പൂൺ ചാറ്റ് മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈനാപ്പിളിലേക്ക് തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളിലും നല്ലപോലെ മസാല പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും നല്ലപോലെ മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല പോലെ ഫ്രൈ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇതുപോലെയൊക്കെ ആവുമ്പോൾ നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിളും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ചാട്ട് മസാല നമ്മൾ ലൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന മസാലയാണ്. അപ്പോൾ അത് ആ ലൈസൊക്കെ കഴിക്കുന്ന പോലെ മധുരവും പുളിപ്പും ഒക്കെ ഉള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഈ പൈനാപ്പിൾ ഫ്രൈ ചെയ്താൽ ഉണ്ടാവുക. 2 സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും 3-4 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും, മീഡിയം ഫ്ലെയിമിൽ വെച്ച്. നിങ്ങൾ ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിവിൻ്റെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണം. താങ്ക് യു.